അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം ഉപേക്ഷിക്കുന്നവരോട് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമോ ഉപേക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചങ്ങാതിമാരിലെല്ലാം ഉണ്ടാവും. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ അവർക്കുള്ള 15 ശിക്ഷകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ആയുസ്സിൽ നിന്ന് ബർക്കത്ത് എടുത്തു കളയും. അവർ എത്ര സമ്പാദിച്ചാലും അതിൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരിൽ ബർക്കത്ത് ഉണ്ടാവില്ല. 2, മുഖത്ത് നിന്ന് സജ്ജനങ്ങളുടെ അടയാളം നീക്കും. മുഖം എപ്പോൾ ഒരു വൃത്തികെട്ട മുഖമായിരിക്കും, എത്ര ക്രീം തേച്ചിട്ടും കാര്യമില്ല. 3, പ്രവർത്തനങ്ങളൊന്നും പ്രതിഫലം ലഭിക്കില്ല. എന്തെല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ച് കഴിഞ്ഞാലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കുകയില്ല. 4, അവൻ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ആകാശത്തിലേക്ക് ഉയരില്ല. 5, ദുനിയാവിൽ സകല സൃഷ്ടികളും അവനെ വെറുക്കും. 5, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനകളിൽ അവൻ ഉൾപ്പെടുകയില്ല. ഇത് ഈ ദുനിയാവിലെ ശിക്ഷകളാണ്. ഇനി ഖബറിൽ വെച്ച് 3 ഉണ്ട്. ഖബറിനെ അവന്റെ മേൽ അള്ളാഹു ഇടുക്കപ്പെടും. നരക അഗ്നി കൊണ്ട് അവന്റെ ഖബറിനെ നിറക്കപ്പെടും. പിന്നെ സജാഉൽ അക്രൈ എന്ന ഉഗ്ര സർപ്പം അവനെ ശിക്ഷിക്കാൻ വേണ്ടി ഖബറിലേക്ക് നിയോഗിക്കപ്പെടും. അതുമാത്രമല്ല, ഞാൻ പഠിച്ച വേറൊരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താം. നിസ്കരിക്കാത്തവൻ ഖബറിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കിബിലക്ക് മുന്നിട്ടാണ് തല വെക്കുക, തല തിരിച്ചു വെക്കപ്പെടും. മനസ്സിലായി? പിന്നെ മരണസമയത്ത് 3 നിന്ദ്യനായിട്ടായിരിക്കും അവൻ മരിക്കുക. വിശന്ന് വലഞ്ഞവനായിട്ട് മരണപ്പെടും. മരണസമയത്ത് കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചാലും അവനക്ക് ദാഹം മാറുകയില്ല. പിന്നെ ഖിയാമത്ത് നാളിൽ 3 നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ചിഴക്കപ്പെടും. കോപത്തോടെ അള്ളാഹുവിന്റെ നോട്ടത്താൽ അവന്റെ മുഖം മാംസം ഉരുകിപ്പോകും. 3 കഠിനമായ വിചാരണ നേരിടേണ്ടി വരും. ഈ 15 ശിക്ഷകളെ ഓർത്തെങ്കിലും ദയവ് ചെയ്ത് ആരും നിസ്കരിക്കാതിരിക്കരുത്. കാരണം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ്. ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനസ്സിലായി? ഈ ഭൂമിയിലേക്ക് ജിന്നുകളെയും മനുഷ്യന്മാരെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിനാണ് നമുക്ക് ആഫിയത്തും ആരോഗ്യവും സമ്പത്തും സന്താനങ്ങളും കുടുംബവും എല്ലാം നമുക്ക് നൽകുന്നത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദ്യപ്പെടുന്നതും മഹ്ശറിൽ ആദ്യം ചോദ്യപ്പെടുന്നതും ഇത് മാത്രമാണ്. നിസ്കാരം ആരും ഉപേക്ഷിക്കരുത്. അള്ളാഹു നമുക്ക് മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.